റഷ്യയുടെ ആണവ സംരക്ഷണ സേനയുടെ മേധാവി ഇഗോർ കിരിലോവ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനം നടത്തിയത് തങ്ങളാണെന്ന് യുക്രൈൻ സ്ഥിരീകരിച്ചു. റഷ്യൻ ആണവ സംരക്ഷണ സേനയുടെ തലവനാണ് ഇപ്പോൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. റഷ്യയുടെ ന്യൂക്ലിയർ, ബയോളജിക്കൽ, കെമിക്കൽ പ്രൊട്ടക്ഷൻ ട്രൂപ്പുകളുടെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിരിലോവാണ് കൊല്ലപ്പെട്ടത്. മോസ്കോയിൽ സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചാണ് മരണം. BK സുഹൈൽ ചേർന്നു വിവരങ്ങൾ നൽകാനായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സുഹൈൽ, എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? രേഷ്മ, ഇപ്പോൾ യുക്രൈൻ റഷ്യക്കുള്ളിൽ കടന്നുകയറി ഒരു വലിയ ആക്രമണം നടത്തുകയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേധാവിയെ, അതായത് ബയോളജിക്കൽ വെപ്പൺ രാസായുധ ശേഖരത്തിൻ്റെ മേധാവി കൂടിയായിട്ടുള്ള ഇഗോർ കിറിലോവിനെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് വരുന്നത്. നേരത്തെ തന്നെ ഈ കൊലപാതകത്തിൻ്റെ ഈ സ്ഫോടനത്തിൻ്റെ വാർത്ത വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന് പിന്നിൽ യുക്രൈനാണ് എന്ന് യുക്രൈൻ തന്നെ സ്ഥിരീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യക്തിയെയാണ് യുക്രൈൻ റഷ്യക്കുള്ളിൽ കടന്നു കയറി കൊല്ലുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഒരാഴ്ചക്ക് മുമ്പ് ആയുധ വിദഗ്ധനായ മിഖായിൽ ഷാറ്റ്സ്കിയെയും യുക്രൈൻ കൊലപ്പെടുത്തിയിരുന്നു. അദ്ദേഹവും പുട്ടിൻ്റെ അടുത്ത അനുയായിയും അതേപോലെ തന്നെ ഈ യുദ്ധമുഖത്ത് റഷ്യക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകുകയും ചെയ്ത സൈനിക മേധാവിയായിരുന്നു. ഇങ്ങനെ രണ്ടുപേരെ ഒരാഴ്ചക്കുള്ളിൽ കൊലപ്പെടുത്താൻ യുക്രൈന് സാധിച്ചിരിക്കുന്നു. നാറ്റോയുടെയും അമേരിക്കയുടെയും സഹായം യുക്രൈൻ ലഭിച്ചു എന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം പറയുന്നത്. രഹസ്യാന്വേഷണ രംഗത്തും അതേപോലെ തന്നെ ഈ ഓപ്പറേഷൻ രംഗത്തും അമേരിക്കയുടെയും പല നാറ്റോ രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിന് കാരണമായി, ഇപ്പോഴത്തെ കൊലപാതകത്തിന് പിന്നിൽ കാരണമായി പറയുന്നത് യുക്രൈനുള്ളിൽ രാസായുധം പ്രയോഗിക്കുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവരെ കൊലപ്പെടുത്താൻ തങ്ങൾക്ക് അർഹതയുണ്ട് എന്നാണ് യുക്രൈൻ പറയുന്നത്. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. റഷ്യ ഭൂഖണ്ഡാന്തര മിസൈൽ പ്രയോഗിക്കുന്നു ഒരു ഭാഗത്ത്. അതേപോലെ തന്നെ ഏത് സമയവും ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കാൻ സജ്ജമാണ് എന്ന് റഷ്യ പറയുന്നു. അതിനിടയിലാണ് നാറ്റോ അംഗരാജ്യങ്ങളുടെ സഹായത്തോടു കൂടി റഷ്യക്കുള്ളിൽ കടന്നു കയറി പുതിയ കൊലപാതകങ്ങൾ യുക്രൈൻ ആസൂത്രണം ചെയ്യുകയും അത് വിജയകരമായി നടപ്പാക്കുകയും ചെയ്യുന്നത്. ശരി സുഹൈൽ.